ഇംഗ്ലീഷ് ക്ലാസ് റൂമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ക്ലാസിന്റെ ഡിസ്കഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കഥ പറഞ്ഞു തുടങ്ങാം. കഥ ഇങ്ങനെയാണ്. രണ്ട് കൂട്ടുകാര് അവരൊരു മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോവുമായിരുന്നു. അവരിങ്ങനെ നടന്നു പോകുന്നതിനിടയ്ക്ക് എപ്പോഴോ അവർക്കിടയിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായി. ഒരാൾ കുറച്ച് ദേഷ്യക്കാരനാ. അയാള് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് തന്നെ സുഹൃത്തിന്റെ മുഖത്തേക്ക് ഒരൊറ്റ അടി. ഈ അടി കിട്ടിയ സുഹൃത്ത് വളരെയധികം വേദനിച്ചു. പക്ഷെ അദ്ദേഹം തിരിച്ചൊന്നും പറയാതെ അവിടെ മണൽ തരികളിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു, മൈ ബെസ്റ്റ് ഫ്രണ്ട് സ്ലാപ്ഡ് മീ ഇൻ ദ ഫേസ്. അങ്ങനെ അദ്ദേഹത്തിന്റെ സങ്കടം തീർക്കാൻ അദ്ദേഹം കണ്ടെത്തിയ മാർഗമായിരിക്കാം അത്, അവിടെ എഴുതി വെച്ചു പോയി. അങ്ങനെ അവർ പിന്നെ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോഴാണ് ഒരു ഒയാസിസ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്, ഒരു മരുപ്പച്ച പ്രദേശം. അവിടെ വെള്ളമൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവരത് തീരുമാനിച്ചു, രണ്ടുപേരും കുളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ കുളിക്കാൻ വേണ്ടി വെള്ളത്തിലിറങ്ങിയ സമയത്ത് നേരത്തെ അടി കിട്ടിയ സുഹൃത്ത്, അടിച്ച സുഹൃത്തല്ല, അടി കിട്ടിയ സുഹൃത്ത് വെള്ളത്തിലിറങ്ങി കുളിക്കുന്ന സമയത്ത് ഇങ്ങനെ താഴോട്ട് കാല് മണ്ണിൽ താഴ്ന്നിറങ്ങി അങ്ങനെ താഴോട്ട് കൺട്രോൾ കിട്ടാതെ പോകുന്നുണ്ട്. മരണത്തെ മുന്നിൽ കണ്ട ആ സുഹൃത്തിനെ നേരത്തെ അടിച്ച അതേ സുഹൃത്ത് കൈ കൊടുത്ത് അല്ലെങ്കിൽ അത് രക്ഷപ്പെടുത്താനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത് മെല്ലെ അവിടുന്ന് പൊക്കി രക്ഷപ്പെടുത്തി, ജീവൻ രക്ഷിച്ചു. മരണത്തെ മുന്നിൽ കണ്ട ആ സുഹൃത്ത് പുറത്തു വന്ന് ഒരു പാറയുടെ പുറത്ത് ഇങ്ങനെ എഴുതി വെച്ചു, മൈ ബെസ്റ്റ് ഫ്രണ്ട് സേവ്ഡ് മൈ ലൈഫ് ടുഡേ. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്റെ ജീവൻ രക്ഷിച്ചു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ഇങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് മറ്റേ സുഹൃത്തിനോട് ചോദിച്ചു, അല്ല, നേരത്തെ ഞാൻ നിന്റെ മുഖത്തടിച്ചപ്പോ നീ മണലിലാണല്ലോ എഴുതി വെച്ചത്, ഇപ്പൊ നിന്റെ ജീവൻ രക്ഷിച്ചപ്പോ നീ അത് പാറയുടെ പുറത്താണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്, എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം? ഇത് ചോദിച്ചപ്പോ മറ്റേ സുഹൃത്ത് പറഞ്ഞു, നീ എന്നെ തല്ലിയത് ഞാൻ മണലിൽ എഴുതി വെക്കാൻ കാരണം അതൊരു കാറ്റ് വരുമ്പോ അങ്ങ് മാഞ്ഞു പോകും. എന്നാൽ പാറപ്പുറത്ത് എഴുതി വെച്ചത് അത് ഒരു കാറ്റിനും കോളിനും അത് മായ്ക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു കഥയുടെ സാരം? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ തിന്മകളെ കൂടുതൽ കാലം ഓർത്തു വെക്കാൻ ആഗ്രഹിക്കുന്നവരും നന്മകളെ പെട്ടെന്ന് മറക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു കഥ വളരെ പ്രസക്തമാവുന്നത്. നമ്മൾ നന്മകളെ കൂടുതൽ ഓർത്തു വെക്കുകയും തിന്മകളെ പെട്ടെന്ന് മറക്കുകയുമാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ നല്ല അനുഭവങ്ങൾ ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത തങ്ക ലിപികളാൽ രേഖപ്പെടുത്തി വെക്കപ്പെടേണ്ടതാണ്. നമ്മളുടെ സുഹൃത്തുക്കളിൽ നിന്ന്, നമ്മുടെ ബന്ധുക്കളിൽ നിന്ന്, നമ്മുടെ രക്ഷിതാക്കളിൽ നിന്ന്, നമ്മുടെ അധ്യാപകരിൽ നിന്ന്, ആരിൽ നിന്നും ആവട്ടെ, നമുക്കുണ്ടാവുന്ന നന്മകളെ നമ്മൾ എന്നെന്നും ഓർത്തു വെക്കുകയും തിന്മകളെ, അവരിൽ നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളെ എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കഥ നമുക്ക് നൽകുന്ന സന്ദേശം. അപ്പൊ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ലേൺ ടു റൈറ്റ് യുവർ ഹേർട്സ് ഇൻ സാൻഡ് ആൻഡ് ലേൺ ടു റൈറ്റ് യുവർ ബെനിഫിറ്റ്സ് ഇൻ സ്റ്റോൺ എന്നതാണ് ഇതിന്റെ സന്ദേശം. ഇനി നമുക്ക് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. നമുക്കിന്ന് പഠിക്കാനുള്ള കഥ എന്ന് പറയുന്നത് പിരി തോമസിന്റെ ആമിഗോ ബ്രദേഴ്സ് എന്ന ഒരു കഥയാണ്. അപ്പൊ ക്ലാസ് റൂം ഡിസ്കഷന് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ഏകദേശം 2-3 ആഴ്ചയായിട്ട് +2 ഇംഗ്ലീഷ് സിലബസ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് തന്നെ +1 നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എക്സാം അടുത്തെത്തിയിട്ടുണ്ട്. അതിന് ഉപകരിക്കുന്ന രീതിയിലുള്ള ഡിസ്കഷൻ ഇതോടൊപ്പം സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കാണുന്ന വീഡിയോകളുടെ താഴെ ഒരു ലൈക്ക് അടിക്കുക. സ്ഥിരമായിട്ട് എന്റെ ക്ലാസ്സുകൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് ഉദ്ദേശിച്ച ആഗ്രഹിച്ച രീതിയിലുള്ള ക്ലാസ് ആണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നിങ്ങൾ എപ്പോൾ യൂട്യൂബ് തുറന്നാലും സബ്സ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ബാസ് ബ്ലോസംസ് തുറന്നാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അതോടൊപ്പം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സ്പോട്ടിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കി വെക്കുക, ആ ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് നീങ്ങാം. ആമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്നത് 2 കൂട്ടുകാരന്മാരുടെ കഥയാണ്. ആമിഗോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്പാനിഷ് ടേമാണ്, ഫ്രണ്ട്സ് എന്നാണ് അർത്ഥം. അപ്പോ ഫ്രണ്ട്സ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ 2 സുഹൃത്തുക്കളാണ്. അവർ ബ്രദേഴ്സിനെ പോലെയാണ് കഴിയുന്നത്. ബോത്ത് ഓഫ് ദം വെയർ ബോക്സേഴ്സ് നെയ്മഡ് ആന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വെർഗാസ്. ആന്റോണിയോ ക്രൂസ്, ഫെലിക്സ് വെർഗാസ് എന്നീ 2 ബോക്സേഴ്സിന്റെ സൗഹൃദത്തിന്റെ കഥയാണ്
ഇവിടെ പറയുന്നത്. രണ്ടു പേർക്കും ഒരേ ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ആവണം എന്നുള്ള താല്പര്യക്കാരാണ് രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ച് വളർന്നവരാണ് ഒരേ ഫ്ലാറ്റില്. അവർ സംയുക്തമായി ചെയ്യുന്ന പരിശീലനങ്ങള്, അതിനുശേഷം അവർ തമ്മിൽ നേർക്കുനേർ വരുന്ന മത്സരം, അതിന്റെ റിസൾട്ട്, ഇതൊക്കെയാണ് ആമിഗോ ബ്രദേഴ്സ് ചർച്ച ചെയ്യുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള അവരുടെ സൗഹൃദത്തിന്റെ, അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ, അതിന്റെ ഗാഢത ഒക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഹൈറ്റ്സ് ഓഫ് ഹാർമണി എന്നാണ് അല്ലെ? പരസ്പരം ഹാർമോണിയസ് ആവുമ്പോൾ, യോജിപ്പിലാവുമ്പോൾ ഉണ്ടാവുന്ന അതിന്റെ ഔന്നിത്യം എത്രത്തോളമാണ് എന്നുള്ളതാണ് നമ്മളുടെ യൂണിറ്റ് തന്നെ. നമ്മൾ ഫസ്റ്റ് ഈ യൂണിറ്റിൽ മെൻഡിങ് മാൾ എന്ന റോബർട്ട് ഫ്രോസ്റ്റിന്റെ പോയം നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. അതിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നുള്ള ഒരു തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡിഫറെന്റ് വ്യൂസ് ആണ് കാര്യമായിട്ട് അതിൽ ചർച്ച ചെയ്തത്. പോയറ്റ് ഫെൻസ് വേണം എന്ന അഭിപ്രായക്കാരനല്ല, എന്നാൽ അയൽവാസി ഫെൻസ് വേണം എന്ന അഭിപ്രായക്കാരനാണ്. ആ വാൾ എന്ന് പറയുന്നത് ഓരോ വർഷവും നശിപ്പിക്കപ്പെടുന്ന ആ വാള് സത്യത്തിൽ അവരുടെ രണ്ട് വിദൂരതയിൽ താമസിക്കുന്ന രണ്ട് അയൽവാസികളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള ഒരു ഏജന്റായിട്ട് കൂടി പ്രവർത്തിക്കുന്നുണ്ട് അവിടെ. ആ വാളിങ്ങനെ തകർന്നു വീഴുന്നതുകൊണ്ടാണ് വർഷത്തിലൊരിക്കലെങ്കിലും അവർ തമ്മിൽ കാണുന്നതും ആ വാള് നേരാക്കാൻ വേണ്ടിയെങ്കിലും അവർ തമ്മിൽ ഒന്നിക്കുന്നതും തമ്മിൽ സംസാരിക്കുന്നതും അവരുടെ ബന്ധങ്ങൾ പുതുക്കുന്നതും ഒക്കെ. അപ്പൊ ഇവിടെ നമുക്ക് നമ്മളുടെ കഥയിലേക്ക് പോവാം. എല്ലാവരും ടെക്സ്റ്റ് ഒക്കെ എടുത്ത് റെഡി ആയിരിക്കുക. ടെക്സ്റ്റ് നേരത്തെ ചെയ്ത പോലെ വായിച്ച് വിശദീകരിച്ച് തരാം. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോവാം. ഇനി ഈ വീഡിയോയിൽ തന്നെ ടെക്സ്റ്റിന്റെ ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് ഉപകരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ടെക്സ്റ്റും കൂടി നമ്മുടെ വീഡിയോയിൽ ചർച്ചക്കിടയിൽ കാണിക്കുന്നത്. ആമിഗോ ബ്രദേഴ്സ് ബൈ പെരി തോമസ്. ആന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വെർഗാസ് വെയർ ബോത്ത് 17 years old. They were so together in friendship that they felt themselves to be brothers. They had known each other since childhood, growing up on the lower east side of Manhattan in the same building. കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ആക്കി വെക്കുക. വായിക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിയിരിക്കുക. വീഡിയോയിലും ഒരുപാട് രീതി വരെ ടെക്സ്റ്റ് ബുക്ക് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ സ്വന്തം ടെക്സ്റ്റ് ബുക്ക് തുറന്നിരിക്കുക. എങ്കിലേ വായിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ സ്പെല്ലിംഗ് സിസ്റ്റം എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുകയുള്ളൂ. നിങ്ങളുടെ ലിസണിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ആന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വെർഗാസ് എന്ന് പറയുന്നത് 17 വയസ്സുകാരായ രണ്ട് കൂട്ടുകാരാണ്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ അവർ ബ്രദേഴ്സാണെന്ന് തോന്നിപ്പോവും. കാരണം മാക്സിമം ടൈം ദേ ആർ ടുഗെദർ, ദേ ലിവ് ടുഗെദർ, ദേ സ്പെൻഡ് ടൈം ടുഗെദർ. They had known each other since childhood, growing up on the lower east side of Manhattan in the same building. ഒരേ ബിൽഡിങ്ങിൽ തന്നെയാണ് രണ്ടുപേരും ജനിച്ചു വളർന്നത്. ന്യൂയോർക്ക് സിറ്റിയുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് മാൻഹട്ടൺ. ഈ സ്റ്റോറിയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ആന്റോണിയോ ക്രൂസിൻ്റെയോ ഫെലിക്സ് വെർഗാസിൻ്റെയോ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വരാറുണ്ട്. അപ്പോൾ ഇനി വരുന്ന അടുത്ത പാരഗ്രാഫും ഒക്കെ അതിനുപകരിക്കുന്ന പാരഗ്രാഫുകളാണ്. Antonio was fair, lean and lanky, while Felix was dark, short and husky. Antonio's hair was always falling over his eyes, while Felix wore his black hair in a natural afro style. ആൻ്റോണിയോ കാണാൻ തിരക്കടില്ല, ഭംഗിയുള്ള എന്നാൽ മെലിഞ്ഞ, ലീൻ ആൻഡ് ലാങ്കി, രണ്ടും ആൾമോസ്റ്റ് സിമിലർ മീനിങ് ആണ്. തിൻ ആൻഡ് ബോണി ടൈപ്പ് ഓഫ് ഫിസിക്കാണ്. വൈൽ ഫെലിക്സ് വാസ് ഡാർക്ക്, ഷോർട്ട് ആൻഡ് ഹസ്കി. ആൾ ഇരുണ്ട നിറമുള്ള ആളാണ്, ഷോർട്ടാണ്, ഉയരം കുറവാണ്, ആൻഡ് ഹസ്കി, ആൾ വളരെ സ്ട്രോങ് ആണ്. ആൻ്റോണിയോസ് ഹെയർ വാസ് ഓൾവേസ് ഫാളിങ് ഓവർ ഹിസ് ഐസ്. നമ്മുടെ ന്യൂജൻ ചെക്കന്മാരുടെ മുടി കണ്ടിട്ടില്ലേ, ഇങ്ങനെ മുന്നിലോട്ട് തൂക്കിയിട്ട് കണ്ണും കാണില്ല മൂക്കും കാണില്ല എന്നുള്ള രീതിയിലുള്ള ആ രീതിയിൽ തൂങ്ങിക്കിടക്കുന്ന മുടിയാണ് ആരുടേത്? ആൻ്റോണിയോടേത്. വൈൽ ഫെലിക്സ് വോർ ഹിസ് ബ്ലാക്ക് ഹെയർ ഇൻ എ നാച്ചുറൽ ആഫ്രോ സ്റ്റൈൽ. എന്നാൽ ഫെലിക്സിൻ്റെ മുടി ഒരു ആഫ്രോ സ്റ്റൈലാണ്, ആഫ്രിക്കൻ സ്റ്റൈൽ ചുരുണ്ട മുടിയാണ്. ഈച്ച് യങ്സ്റ്റർ ഹാഡ് എ ഡ്രീം. രണ്ട് യുവാക്കൾക്കും ഒരു സ്വപ്നമുണ്ട്. ഓഫ് സം ഡേ ബിക്കമിങ് എ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്. എന്താവണം? ലോക ചാമ്പ്യനാവണം. ലൈറ്റ് വെയ്റ്റ് വിഭാഗത്തിലെ ലോക ചാമ്പ്യനാവണം. എവറി ചാൻസ് ദേ ഹാഡ് ദ ബോയ്സ് വർക്ക്ഡ് ഔട്ട്. Sometimes at the boys' club and sometimes at the gym.
Early morning sunrises would find them running along the East River Drive, wrapped in sweatshirts and short towels around their necks. While some youngsters were into street negatives, Antonio and Felix slept, ate, rapped, and drummed positive. Between them, they had a collection of fight magazines plus a scrapbook filled with torn tickets to every boxing match they had ever attended and some clippings of their own. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ട എല്ലാ അവസരങ്ങളും അവർ ഉപയോഗപ്പെടുത്തി. എവറി ചാൻസ് ദേ ഹാഡ് ദ ബോയ്സ് വർക്ക്ഡ് ഔട്ട്. അവരവരുടെ എല്ലാ അവസരങ്ങളും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി വർക്കൗട്ട് ചെയ്തു. വർക്കൗട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ, വളരെ റിഗറസ് ആയിട്ടുള്ള ഫിസിക്കൽ എക്സസൈസിനാണ്, ട്രെയിനിങ്, ബോഡിയെ ട്രെയിൻ ചെയ്യുന്നതിനാണ് വർക്കൗട്ട് എന്ന് പറയുന്നത്. സംടൈംസ് അറ്റ് ദ ബോയ്സ് ക്ലബ്ബ്, ചിലപ്പോൾ ബോയ്സ് ക്ലബ്ബിലേക്ക് പോകും. ആൻഡ് സംടൈംസ് അറ്റ് ദ ജിം, അല്ലെങ്കിൽ ജിംനേഷ്യത്തിലേക്ക് പോകും. ഈച്ച് മോർണിംഗ് സൺറൈസസ് വുഡ് ഫൈൻഡ് ദം റണ്ണിങ് അലോങ് ദ ഈസ്റ്റ് റിവർ ഡ്രൈവ്. ഈസ്റ്റ് റിവർ റോഡിലൂടെ എല്ലാ ദിവസവും രാവിലെ അവർ ഓടുന്നത് കാണാം. റാപ്ഡ് ഇൻ സ്വെറ്റ് ഷർട്ട്സ്, ആ തണുപ്പിന് ഇടുന്ന സ്വെറ്റർ ലെവൽ ടൈപ്പ് ഷർട്ട് ധരിച്ച്, ഷോർട്ട് ടവൽസും, എറൗണ്ട് ദെയർ നെക്സ്. വൈൽ സം യങ്സ്റ്റേഴ്സ് വെയർ ഇൻ ടു സ്ട്രീറ്റ് നെഗറ്റീവ്സ്. ഒരു വിഭാഗം യുവാക്കൾ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുമായിട്ട് കഴിയുമ്പോൾ ഇവർ വളരെ പോസിറ്റീവായിരുന്നു, വളരെ എനർജറ്റിക് ആയിരുന്നു, വൈബ്രൻ്റ് ആയിരുന്നു. ആൻ്റോണിയോ ആൻഡ് ഫെലിക്സ് സ്ലെപ്റ്റ്, എയ്റ്റ്, റാപ്ഡ് ആൻഡ് ഡ്രംഡ് പോസിറ്റീവ്. അവരുടെ എല്ലാം പോസിറ്റീവായിരുന്നു. റാപ്ഡ് എന്ന് പറഞ്ഞാൽ കാഷ്വൽ ടോക്കാണ്. അപ്പോൾ അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച്, ഒന്നിച്ച് ഉറങ്ങി, ഒന്നിച്ച് ഇതുപോലെ സംസാരിച്ചിരുന്നു. രണ്ടുപേരും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്വപ്നം കണ്ടു. ബിറ്റ്വീൻ ദം ദേ ഹാഡ് എ കളക്ഷൻ ഓഫ് ഫൈറ്റ് മാഗസിൻസ്. അവരുടെ കയ്യിൽ ഈ ഫൈറ്റ് മാഗസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സിങ്ങുമായി ബന്ധപ്പെട്ട സ്പോർട്സ് മാഗസീനുകൾ സ്പെസിഫിക് ആയിട്ട് ഓരോ സ്പോർട്സിന് മാത്രമായിട്ട് ഇറങ്ങുന്നുണ്ട്, ജനറലായിട്ടും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ബോക്സിങ്ങുമായി മാത്രം ബന്ധപ്പെട്ട മാഗസീനുകൾ, സ്ക്രാപ്പ് ബുക്ക് ഫിൽഡ് വിത്ത് ടോൺ ടിക്കറ്റ്സ്. കുട്ടിക്കാലത്ത്, ചെറുപ്പകാലങ്ങളിൽ പൊതുവേ സ്പോർട്സിൽ പ്രേമമുള്ള അല്ലെങ്കിൽ സിനിമയിൽ പ്രേമമുള്ള ആളുകൾക്കൊക്കെ ഓരോ ശീലങ്ങളാണ്, സ്വഭാവങ്ങളാണ്. എന്ത്, അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമാ താരങ്ങളുടെ അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റ് സംഭവങ്ങളുടെയൊക്കെ ഫോട്ടോസ് കളക്ട് ചെയ്ത് ഒട്ടിച്ച് വെക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒട്ടിച്ച് വെക്കുന്ന പുസ്തകത്തിൻ്റെ പേരാണ് ദ സ്ക്രാപ്പ് ബുക്ക്. അപ്പോൾ അതിലവർ മുൻകാലങ്ങളിൽ കാണാൻ പോയ കളികളുടെയും ഒക്കെ ടിക്കറ്റിൻ്റെ പീസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് സം ക്ലിപ്പിങ്സ് ഓഫ് ദെയർ ഓൺ. അവരുടെ തന്നെ ചില മത്സരങ്ങളുടെ ഫോട്ടോസും അവർ അവരുടെ കളക്ഷനിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നൗ ആഫ്റ്റർ എ സീരീസ് ഓഫ് എലിമിനേഷൻ ബൗട്ട്സ് they had been informed that they were to meet each other in the division finals that were scheduled for the 7th of August, 2 weeks away. The winner to represent the boys club in the Golden Gloves Championship tournament. അങ്ങനെ അവർ ഇടയ്ക്കിടയ്ക്ക് പല മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഇവിടെ അത്തരത്തിലുള്ളൊരു മത്സരത്തിൻ്റെ റിസൾട്ട് വരികയാണ്. നൗ ആഫ്റ്റർ എ സീരീസ് ഓഫ് എലിമിനേഷൻ ബൗട്ട്സ്. ബൗട്ട്സ് എന്ന് പറഞ്ഞാൽ ബോക്സിംഗ് കോൺടെസ്റ്റിനാണ് ബൗട്ട് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എലിമിനേഷൻ റൗണ്ടൊക്കെ കഴിഞ്ഞ് ദേ ഹാഡ് ബീൻ ഇൻഫോംഡ് ദാറ്റ് ദേ വെയർ ടു മീറ്റ് ഈച്ച് അതർ ഇൻ ദ ഡിവിഷൻ ഫൈനൽസ്. അവർ പ്രാദേശികമായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കുന്ന ആളുകൾക്ക് അറിയാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മത്സരങ്ങൾക്ക് അറിയാം. ഒരു പഞ്ചായത്ത് തലത്തിലുണ്ടാവും, അല്ലെങ്കിൽ താലൂക്ക് തലത്തിലുണ്ടാവും, പിന്നെ ജില്ലാ തലത്തിലായിരിക്കും, പിന്നെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ, ഇൻ്റർനാഷണൽ അങ്ങനെ പോകും. എന്നതുപോലെ ഉള്ള ഒരു ലെവലാണ് ഇവിടെ പറയുന്നത്. അവരെന്ത് ചെയ്യാൻ പോവാണ്, ഡിവിഷൻ തലത്തിലുള്ള ഫൈനൽ മത്സരത്തിൽ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ പോവാണ്. ഇതുവരെ അവർ തമ്മിലുള്ളൊരു ഫൈറ്റ് മുമ്പൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ദാറ്റ് വെയർ ഷെഡ്യൂൾഡ് ഫോർ ദ 7th of August. ഓഗസ്റ്റ് 7th മത്സരം നടക്കാൻ പോകുന്നത്. 2 weeks away. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാലാണ് എന്ത്, ബോയ്സ് ദ വിന്നർ ടു റെപ്രസെൻറ്റ് ദ ബോയ്സ് ക്ലബ്ബ്. ഇവിടെ ജയിക്കുന്ന ആളുകൾ ഈ ബോയ്സ് ക്ലബിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കണം. അപ്പോൾ ഇവിടെ ഈ തലത്തിലുള്ള ബോയ്സ് ക്ലബിൻ്റെ പ്രതിനിധി തിരഞ്ഞെടുക്കുന്ന ഡിവിഷൻ തല ഫൈനൽ മത്സരത്തിൽ ഇവർ രണ്ടുപേരുമാണ് ഇനി ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. എലിമിനേഷൻ ബൗട്ട് പറഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യാറ് എന്താ, പുറത്താക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ മത്സരം, പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞ് ഒരു ഫൈനൽ ആർത്തികളെ, ഫൈനൽ പാർട്ടിസിപ്പൻസിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. The two boys continued to run together along the East River Drive, but even when joking with each other, they both sensed a wall rising between them. അപ്പോൾ രണ്ടുപേരും അവരുടെ ട്രെയിനിങ്ങും പ്രാക്ടീസൊക്കെ ഇപ്പോഴും ഒന്നിച്ച് തന്നെയാണ്. ഓഗസ്റ്റ് 7th നടക്കാൻ പോകുന്ന ഫൈനലിൽ രണ്ടുപേരുമാണ്
എതിരാളികളെങ്കിൽ കൂടി രണ്ടുപേരും അവരുടെ ആ ഒരു സൗഹൃദമാണ് ഇവിടെ കാണിക്കുന്നത്. രണ്ടുപേരും ഒന്നിച്ചാണ് ഇപ്പോഴും ട്രെയിനിങ്ങിന് പോകുന്നത്. അങ്ങനെ അവർ തമാശ പറയുന്നു. അവരുടെ സ്ഥിരമായിട്ടുള്ള ആ ശൈലിയിലുള്ള ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിൽ രണ്ടു പേർക്കും തോന്നുകയാണ് എന്ത്, എ വാൾ റൈസിങ് ബിറ്റ്വീൻ ദം. അവർക്കിടയിൽ എന്തോ ഒരു മതിൽ ഉയർന്നു വരുന്നുണ്ടോ എന്നൊരു തോന്നൽ. മതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ അവർക്കിടയിൽ എന്തോ ഒരു ബൗണ്ടറി, അല്ലെങ്കിൽ ഒരു ഫെൻസ്, അല്ലെങ്കിൽ എന്തോ ഒരു നിഴൽ, ഒരു ഷാഡോ വളർന്നു വരുന്നുണ്ടോ എന്നൊരു തോന്നൽ രണ്ടുപേർക്കും ഒരേ സമയം ഉണ്ടായി. അപ്പോൾ എന്തായിരുന്നു അവർക്കിടയിൽ ഉയർന്നു വന്ന മതിൽ, എന്തായിരിക്കും അവരുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാകുന്ന ഫിഷേഴ്സ് എന്നതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.